ശ്രീ ജിതിൻ ജെ, ഈ മാറാത്തത് ഇനി മാറുമെന്നുള്ളതാണല്ലോ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കാലയളവിൽ മുഴുവനും പറഞ്ഞത്. എന്തു മാറ്റമാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്? അദ്ദേഹം ഇത് അനൗൺസ് ചെയ്യാൻ വരുന്നു എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ അവകാശവാദം. അല്ല, രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് കോർപ്പറേഷൻ അധികാരം കിട്ടിയാൽ 45 ദിവസത്തിനകം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുമെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കോർപ്പറേഷന്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ്, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഇന്ന് കൃത്യമായിട്ട് കോർപ്പറേഷന്റെ മേയർ ശ്രീ വി രാജേഷ് ആ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അത് PMO പരിശോധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് ചില കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈദഗ്ധ്യം ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന ആശയം കൂടി ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രിയെ ഡൽഹിയിലെത്തി കാണും. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പുകൾ, അതായത് അത് പാലിക്കപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണ പിന്തുണ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് പാലിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു മിനിറ്റ് എനിക്ക് തരുമോ? ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പറഞ്ഞൊരു കാര്യം, വാർഡ് തലത്ത് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. എന്താണ് 5 കൊല്ലം വാർഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നഗരത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് 5 കൊല്ലം ചെയ്യേണ്ടത്, ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ജനങ്ങൾ മുമ്പിൽ വെച്ച് ജനങ്ങളുടെ ഒപ്പം അവരുടെ അഭിപ്രായം എടുത്ത് ഈ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിൽ പ്രഖ്യാപിക്കാനും അതിനെ അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചതാണ്, അതിന്റെ കൃത്യമായ വാക്കുകൾ അങ്ങ് പറഞ്ഞതല്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിക്ക് വന്നിട്ട് ഒരു നഗരത്തിന്റെ കാര്യം മാത്രം അങ്ങനെ ഒരു സ്റ്റേറ്റിനെ നോക്കുകുത്തിയാക്കി വെച്ചിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഈ നഗരത്തിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികൾ അദ്ദേഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി പഠിക്കണ്ടേ? അദ്ദേഹം അത് പഠിച്ചതിന് ശേഷം അതിനകത്തുള്ള കൃത്യമായിട്ടുണ്ടാവും. ഒരു കാര്യം ഞാൻ മാധുവിന് ഉറപ്പ് നൽകാം, തിരുവനന്തപുരം നഗരത്തെ ഞങ്ങൾ മാറ്റി എഴുതും. ഇന്ന് പ്രധാനമന്ത്രി എന്നത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറും. ഈ നഗരവാസികളായിട്ടുള്ള കോർപ്പറേഷനിൽ വോട്ടുള്ള ഒരാളല്ല. തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാരോട് തെരഞ്ഞെടുപ്പിന്റെ ആകെ സമയത്ത് നിങ്ങളുടെ അധ്യക്ഷനടക്കം പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ആവർത്തിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾ ജനങ്ങളോട് സംസാരിച്ച് അഭിപ്രായ സ്വരൂപണം നടത്തി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അത് പ്രധാനമന്ത്രിക്ക് കൈമാറി അദ്ദേഹം അത് അനൗൺസ് ചെയ്യാൻ 45 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറയരുത് മാധു. കാരണം ഈ ചർച്ചകൾ കേൾക്കുന്ന ആൾക്കാർ ഈ പറയുന്നത് പോലെ മണ്ടന്മാരൊന്നുമല്ലല്ലോ. പറയട്ടെ ഒരു പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഞങ്ങൾ ബ്ലൂ പ്രിന്റ് വെച്ചു. അദ്ദേഹം അത് പഠിക്കണ്ടേ? ഒരു ഡോക്യുമെന്റ് അദ്ദേഹത്തിന് കിട്ടി കഴിഞ്ഞാൽ ശരി ഞാനിത് പ്രഖ്യാപിച്ചു എന്ന് പറയാൻ ശരിയാണ്. അദ്ദേഹം അത് പഠിക്കണം. 45 ദിവസം കൊണ്ട് ഈ പറയുന്നത് പോലെ ഇടുകുടുക്കെ എന്ന് പറയുന്ന രീതിയിൽ നടക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കുമില്ല. എത്രയും പെട്ടെന്ന് നടക്കട്ടെ. നോക്കൂ, ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ മാന്ത്രിക വടി വീശിയില്ല എന്ന് പറഞ്ഞ് വിമർശിക്കാനും ഞാൻ ആളല്ല. പക്ഷെ പറഞ്ഞത് ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്തില്ല എന്ന് പോലുമല്ല, പറഞ്ഞത് ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്.